ജൂബീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ 2 പപ്പായ പറിച്ചെടുക്കാം. പപ്പായ നമ്മുടെയൊക്കെ വീട്ടിൽ ഉണ്ട് അല്ലേ, പലരുടെയും വീട്ടിലുണ്ട്. അപ്പോൾ 2 പപ്പായ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ആ 2 പപ്പായ. ഇത് വെച്ച് നമുക്ക് ഒരു 3 വിഭവങ്ങൾ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം നമുക്കൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ആദ്യം ഞാൻ എൻ്റെ പുറം ഒന്ന് കഴുകി കളഞ്ഞിട്ടുണ്ട്. തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് ഇത് ഒന്ന് മുറിച്ച് നോക്കാം. ഇതല്പം ഇതല്പം കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് പതുക്കെ പഴുത്തിട്ടില്ല, എന്നാലും പച്ചയാണ്. ഇത് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്, തോരൻ വെച്ചാലും നല്ലതാണ്. നമുക്കിതിൻ്റെ അകമൊന്ന് മുറിച്ച് നോക്കാം. മുറിച്ചിട്ടതേ നല്ലപോലെ അകം ചുമന്നിട്ടുണ്ട്. തൊലി എന്താ പറയുക, എൻ്റെ കുരുവൊക്കെ കറുത്ത കളറായിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് നമുക്ക് വേറെ 2-3 സാധനങ്ങൾ 3 സാധനങ്ങൾ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇത്തിരി ലെങ്തിയാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ആദ്യം നമുക്ക്, കാരണം ഇത് പപ്പായ എന്ന് പറഞ്ഞാൽ നല്ല ഗുണമുള്ള സാധനമാണ്. ഇതൊക്കെ പച്ചക്കൊക്കെ തിന്നാൽ വളരെ നല്ലതാണ്. അതിൻ്റെ ഗുണങ്ങളൊന്നും പറയാൻ ഇപ്പം നമുക്ക് സമയമില്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇങ്ങനെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ അകം ഞാൻ അല്പം കളഞ്ഞിട്ടുണ്ട്. ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആകെ 1 പപ്പായ എടുത്തിട്ടുള്ളൂ. അതിൽ പകുതി ഇങ്ങനെ ഇത് ഉപ്പിലിടാനാണ് കേട്ടോ. അപ്പോൾ അറിയാമല്ലോ, പപ്പായ ഉപ്പിലിട്ട് നല്ല ടേസ്റ്റാണ് എടുത്ത് കഴിക്കാനായിട്ട്. വെറുതെ കുട്ടികൾക്കാണെങ്കിൽ നമുക്കൊക്കെ തിന്നാൻ നല്ലതാണ്. അപ്പോൾ ഇത് ഉപ്പും ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. ഉപ്പിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 3 കപ്പ് വെള്ളം ഞാൻ ഉപ്പിട്ട്, ഒരു കല്ലുപ്പാണ് എടുത്ത് ഒരു 3 സ്പൂണ് ഉപ്പിട്ട് തിളപ്പിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചൂടാറിയിട്ടുണ്ട്. പപ്പായ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേഗം തയ്യാറാക്കാം കേട്ടോ, എളുപ്പമാണ്. ഒരു 2 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് വിനാഗിരിയാണ് വേണ്ടത്. വിനാഗിരി 1 കപ്പ് ഒഴിക്കണം. അപ്പോൾ നമുക്ക് ഒത്തിരി വെള്ളമായി പോകണ്ട, ഇത് നേരൊക്കെ നിന്നാൽ മതി. അത്രയും ചെയ്തപ്പോൾ ഇത് നേരൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കാന്താരിയാണ്. ഇവിടെ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച കാന്താരി തന്നെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി ചതയ്ക്കണ്ട, കല്ലിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കത് കഴിക്കാനായിട്ട് വായക്കടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല, കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞ് കഴിക്കുന്നതാണ് നമുക്ക് നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്കൊരു ചില്ല് ഭരണിയിൽ വേണം ഇട്ട് വയ്ക്കാൻ. ചില്ല് ഭരണിയിലിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പുറത്ത് വെച്ചാൽ മതി കേട്ടോ. ഇത് വേണമെങ്കിൽ ഫ്രിഡ്ജ് വെക്കേണ്ടവർക്ക് വയ്ക്കാം. പുറത്ത് നല്ലപോലെ വിനാഗിരി ചേർത്തല്ലേ, കേടാവില്ല. ഇത്തിരി നിറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അല്പം വെള്ളം നമുക്ക് ഇതിനകത്ത് ഒന്ന് മാറ്റിയിട്ട് വീണ്ടും അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങൾ പറയണേ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതോടെ മാറിയിരിക്കട്ടെ. ഇനി രണ്ടാമത് തയ്യാറാക്കാൻ പോകുന്നത്, നമ്മൾ ഈ പപ്പായ ഗ്രേറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. നല്ലതുപോലെ നമ്മുടെ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്ത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അതിന് പകുതി ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഇത്രയും എടുത്തിട്ടുണ്ട്, കുറച്ച്. അതായത് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ പറയുക, ഒരു സലാഡാണ്. പപ്പായ കൊണ്ട് സലാഡാണ്. ഇന്ന് ചോറിന് വേണ്ടി എനിക്കിന്ന് കറി വയ്ക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. വേഗം ഒരു സലാഡ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു 1-1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചൂടായപ്പോൾ ഇത്തിരി കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കീറിയിട്ടിട്ട് കൊടുക്കണേ. തീ കുറച്ച് വയ്ക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. മുളകിൻ്റെ പച്ചമുളക് ഒന്ന് മാറിക്കോട്ടെ. നമുക്കിതിനകത്തേക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ ഇത്തിരി കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. വളരെ ഒരു പിഞ്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ചിടണം. അതൊന്ന് മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകൊന്ന് മാറിക്കോട്ടെ. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന പപ്പായ ഇട്ട് കൊടുക്കാം. എന്താ പറയുക, ഇത്തിരി ഇത്തിരി പഴുത്ത് തുടങ്ങിയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പച്ചയായാലും മതി. ഇങ്ങനെ നമുക്ക് യാദൃശ്യമായിട്ട് കിട്ടിയതാണ് ഇങ്ങനെ വന്നത്. നമ്മൾ അറിയുന്നില്ലല്ലോ അകം പഴുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. എന്നിട്ട് ഞാൻ മുകളിൽ നിന്നാണ് എടുത്തത്. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒരു എന്താ പറയുക, ഇത്തിരി നേരം ഒരു 3 മിനിറ്റ് നേരം, അധികം ഒന്ന് വേവണ്ട, ചെറിയതായിട്ട് ഒരു 3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുത്തൊന്ന് നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ സലാഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇത് ചോറിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കറിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായി കിട്ടും നമ്മുടെ
അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ് ചെയ്യാത്തൊരു സബ് ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണ് ഗ്രേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. മൂന്നാമത്തെ വിഭവത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇങ്ങനെ കീറി എടുത്തിട്ട് അത് കാണിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഇത് നമ്മുടെ ഗ്രേറ്റർ ഇതാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് ഒന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് ആയിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതൊരു മധുര എരിവും കൂടെ ചേർന്ന ഒരു എന്താണ് പറയുക, ഇത് കറിയായിട്ട് ഉപയോഗിക്കാം, നമുക്ക് വെറുതെയും കഴിക്കാം കേട്ടോ. ഇതൊരു പലഹാരം പോലെ നമുക്ക് പറയാം, എന്നാൽ ഇത്തിരി എരിവും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് അത്രയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാ ഈ പാത്രത്തിൽ ഇത്രയും നിറയാറായി ഉണ്ട് ഉണ്ടോ. അല്ല, ഇതുപോലെ നല്ല കുനുകുനാന്ന് ഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ആ പാനിലേക്ക് ഈ നമ്മൾ അരിഞ്ഞു വെച്ച നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച പപ്പായ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഈ പപ്പായ ഒന്ന് വെന്തോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. തീ കുറച്ചിടണം. ഇതുപോലെ ഒരു 3-4 തവണ ഇളക്കി കൊടുക്കണേ. അപ്പോൾ അത് വെള്ളമൊക്കെ ഇപ്പം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2-3 സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അത് ആദ്യം ചേർക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ കുറച്ച് പപ്പായ ഉള്ളല്ലോ ഇത്, ഒരു പപ്പായയുടെ 3-1 ഉള്ളൂ. ഞാൻ അതുകൊണ്ട് 1/2 കപ്പ് ശർക്കര, പൊടിച്ച ശർക്കര. ഇത് നല്ല കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. കല്ലുള്ള ശർക്കരയാണെങ്കിൽ ഉരുക്കിയിട്ട് അരിച്ച് ചേർക്കണം. പിന്നെ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഒരല്പം ഉപ്പിട്ട് കൊടുത്തു. ഇത് നിന്നൊന്ന് ഇതെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായിട്ടൊന്ന് വരട്ടെ. അതിന് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വേവാനുണ്ട് ഇത്. അപ്പോൾ ഇത്രയും കൂടെ മൂടി വയ്ക്കാം. എല്ലാം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത്തിരി മുളക് പൊടിയാണ് കേട്ടോ. ഒരു 1/4 സ്പൂണൊക്കെ മതി, ഒത്തിരി ചേർക്കണ്ട. പിന്നെ ഇത് ചില്ലി ഫ്ലേക്സ്, അതും ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇത് നമ്മൾ ഉണക്കമുന്തിരിയാണ്, സീഡ്ലെസ്, അത് ഒരു 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടം പോലെ ഇടാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് വേവട്ടെ. ആ മധുരവും എരിവും എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനോ അല്ലെങ്കിൽ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനോ വെറുതെ തിന്നാനോ ഒക്കെ കൊള്ളാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. എരിവ് കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ 3 വിഭവങ്ങളും അങ്ങനെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇത് ഇത്തിരി ചെറുനാരങ്ങ നീരാണ് കേട്ടോ. ഒരു സ്പൂണ് ചെറുനാരങ്ങ നീര് അടുപ്പ് ഓഫാക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്കിതിന് ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. 2 ദിവസമൊക്കെ പുറത്തിരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റണേ. അതിനു മുമ്പ് കുട്ടികളൊക്കെ തിന്ന് തീർക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയായ ആണല്ലോ പപ്പായ, അല്ലെങ്കിൽ കപ്പളങ്ങ, ഓമയ്ക്ക എന്നൊക്കെ പറയൂലേ. ഇവിടെ കപ്പളങ്ങ എന്നും ഓമയ്ക്കയൊക്കെ പറയും, പപ്പായ എന്നും പറയും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.